ചൈനീസ് ഭരണഘടനയിൽ മാവോയ്ക്ക് ശേഷം പേരെഴുതി ചേർക്കപ്പെട്ട ഒരാളാണ്. ചൈനീസ് ഭരണഘടനയിൽ അദ്ദേഹം ഒരു ടേമിലെ ജനറൽ സെക്രട്ടറിയും ഒരു ടേമിലെ പ്രസിഡൻറ്റും മാത്രമാണല്ലോ. അയാൾ എങ്ങനെയാണ് ഭരണഘടന വരിക? അത്രയും പവർഫുള്ളാണ്. അതായത് നവലോകത്തിൻ്റെ ഒരു പുതിയ ക്രമം ഉണ്ടാക്കുന്നതിന് ചൈനീസ് കാഴ്ചപ്പാട്, ആ ചൈനീസ് കാഴ്ചപ്പാടിനെ രൂപീകരിക്കുന്നതിൽ ഷീ ജിൻപിങ്ങിൻ്റെ ചിന്തകൾ ഇത് ഭരണഘടനയിൽ എഴുതി ചേർത്തിരിക്കുകയാണ്. 2 തവണയിൽ കൂടുതൽ ജനറൽ സെക്രട്ടറിയും പ്രസിഡൻറ്റൊന്നും ആവാൻ പറ്റില്ല എന്ന് മാറ്റി അദ്ദേഹത്തിന് എത്ര കാലം വേണമെങ്കിലും ആജീവനാന്തം ചൈനയുടെ തലപ്പത്തിരിക്കാൻ കഴിയുന്ന ആൾ, സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ്റെ ചെയർമാൻ, എല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. പാർട്ടി അദ്ദേഹത്തിനെതിരായിട്ട് ഒരു ചലനവുമില്ല എന്ന് ഉറപ്പാക്കിയിട്ടാണ് അദ്ദേഹം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. ഒരർത്ഥത്തിൽ കേരളത്തിൽ നോക്കി നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. പിണറായി വിജയൻ ചൈനീസ് പ്രസിഡൻ്റായാലും എങ്ങനെ ഇരിക്കും? സമ്പൂർണ്ണമായ അധികാരം അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. എതിർക്കാൻ ആരുമില്ല, വിയോജിപ്പുകൾ ആരും രേഖപ്പെടുത്തുന്നില്ല എന്നു മാത്രമല്ല, ഹൂ ജിൻതാവോയുടെ കാലത്ത് ശരിയാണ് ചൈനയെ ഒരു പുതിയ പ്രതലത്തിലേക്കും പുതിയൊരു വിപ്ലവകരമായ മുന്നേറ്റത്തിലേക്കും അദ്ദേഹം എടുത്തു വെച്ചുവെങ്കിലും അതിനെ സാർത്ഥകമാക്കിയത്, ലെനിൻ തുടങ്ങി വെച്ച ഒന്ന്, ലോകത്തെ ഒരു വലിയ ശക്തി രാഷ്ട്രമാക്കി അതിനെ മാറ്റിയത് ആരാണ്? സ്റ്റാലിനാണ്. USSRനെ ഉണ്ടാക്കുകയും അമേരിക്കയ്ക്ക് ബദലായി ഒരു വലിയൊരു ഭരണകൂടമാക്കി സൃഷ്ടിക്കുന്ന സ്റ്റാലിനാണ്. എന്ന് പറഞ്ഞതുപോലെ ചൈനയെ ഇന്ന് ലോകത്തെ ഒരു വലിയ ശക്തിയാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ഷീ ജിൻപിങ്ങിൻ്റെ ഇടപെടലും ഭരണപരമായ അദ്ദേഹത്തിൻ്റെ സാരഥ്യവും പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ പാർട്ടിയിൽ ശരിയാണ് ഹൂ ജിൻതാവോ, ഇപ്പോൾ 2020 പാർട്ടി കോൺഗ്രസിൽ നിന്ന് ഹൂ ജിൻതാവോ എടുത്തുകൊണ്ട് പോകുന്ന ദൃശ്യം കണ്ട് ലോകത്തെല്ലാവരും ഞെട്ടിപ്പോയതാണ്. ഇത്ര വലിയ ഒരു ഏകാധിപതിയായി അദ്ദേഹം മാറിയോ എന്ന്. അതിനുശേഷം ഹൂ ജിൻതാവോയുടെ താല്പര്യങ്ങളെയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ആശയത്തെയും പേറുന്ന ആൾക്കാർ പാർട്ടിക്കകത്തുണ്ട്, സജീവമായി ഇപ്പോഴുമുണ്ട്. ഇദ്ദേഹം ഇങ്ങനെ ആജീവനാന്തകരമായി തുടരേണ്ട ആളല്ല, മറിച്ച് ചില വിഷൻ ചേഞ്ചസ് ആവശ്യമുണ്ട്, ഭരണപരമായ നയപരമായ കാര്യങ്ങളിൽ മാറ്റം ആവശ്യമുണ്ടെന്ന് വിചാരിക്കുന്ന ആളുകൾ ആ പാർട്ടിക്കകത്തുണ്ട് എന്നാണ് വിചാരിക്കപ്പെടുന്നത്. അങ്ങനെ കാണണം, കാരണം സ്വാഭാവികമാണ്. അല്ലാതെ ഒരേ ആശയം, ഒരേ മനസ്സ്, ഒരേ ശരീരമായി പോകുന്ന ഒന്നും ലോകത്തില്ല. എല്ലാത്തിനകത്തും വിയോജിപ്പുണ്ടാവും. നരേന്ദ്രമോദി അമിത്ഷായും കൂടി നടത്തിക്കൊണ്ട് പോകുന്ന BJPക്കകത്ത് പോലും വിയോജിപ്പുകളുടെ ശബ്ദം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ അസമത്വമൊന്നും പോയിട്ടില്ല എന്ന് നിതിൻ ഗഡ്കരി പരസ്യമായിട്ട് മാധ്യമങ്ങളോട് പറയുന്നത്. സോ ആ വിയോജിപ്പിൻ്റെ അംശം ഉണ്ടാവും. ഒരാൾ കൂടുതൽ ഏകാധിപതിയാവാൻ ശ്രമിക്കുന്തോറും സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവുമല്ലോ. അത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തും ഉണ്ടാവാം. അതുകൊണ്ട് അദ്ദേഹം മാറി. ഇപ്പോൾ ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നും അതൊന്നും തെളിവുകളില്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ കൈക്കും തലയ്ക്കും വിറയലുണ്ട്, അപ്പോൾ എന്തോ അസുഖമുണ്ട്. റോയിട്ടേഴ്സ് തന്നെ ചില ഫാക്ട് ചെക്കിങ്ങിൽ പറഞ്ഞ് പഴയ വീഡിയോ എടുത്ത് കമ്പയർ ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളത്, ഇത് വിശ്വസിക്കാൻ പറ്റുന്നതാണ്. പിന്നെ അദ്ദേഹം കഴിഞ്ഞ തവണ ഏതോ ഒരു പരിപാടി പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിന് തലയിലൊരു പാടുണ്ട്, അത് സർജറി അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുണ്ട്. 72 or 73 വയസ്സായിട്ടുണ്ട് ഇപ്പം. അപ്പോൾ അതുകൊണ്ട് ആരോഗ്യപരമായി അദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു ടാസ്ക്കാണ് ചൈനയെപ്പോലൊരു വലിയൊരു രാജ്യത്തെ, വലിയൊരു പോപ്പുലേഷനെ, വലിയൊരു എക്കണോമിയെ, വലിയൊരു മിലിറ്ററി പവറിനെ കൊണ്ടു നടക്കുക. ജനാധിപത്യ രീതിയിലല്ലോ, ഒരു ചലനവും എവിടെ ഉണ്ടാവാതെ കൊണ്ടു നടക്കണം. നമ്മൾ GCCയിലെ ചില രാജ്യങ്ങളെ കാണുന്ന പോലെ അങ്ങനെ കൊണ്ടു നടക്കണം. അപ്പോൾ അത് വലിയൊരു ടാസ്ക്കാണ്. ഇപ്പം തന്നെ അദ്ദേഹം ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ മിലിറ്ററി രംഗത്തുള്ള ഒരുപാട് ആളുകളെ അഴിമതി ആരോപണത്തിൻ്റെ പേരിൽ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഏതെല്ലാമോ തരത്തിൽ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാലിൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? അദ്ദേഹത്തിന് സംശയമുള്ള ആളുകൾ, ത്രെട്ടായിട്ട് വരുന്ന ആൾക്കാർ, അവരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ടേയിരിക്കണം. എപ്പോഴും വിജിലൻ്റ് ആയിരിക്കണം, ഇല്ല ഈ സാധനം തകർന്നു വീഴും. സോ അതിൻ്റെ ഒരു ടാസ്ക്കും അതിൻ്റെ ഒരു സമ്മർദ്ദവും ഒരുപക്ഷെ ഉണ്ടാവാം. പക്ഷേ എനിക്കിപ്പോഴും അറിയില്ല അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന്. നമ്മളിപ്പോൾ അദ്ദേഹം ഒഴിയാൻ പോകണമെന്ന് പറയും, എന്തുകൊണ്ട് ഒഴിയാൻ പോകുന്നു? അദ്ദേഹത്തെ കാണുന്നില്ലേ? ഇപ്പോൾ നാളെ അദ്ദേഹം പ്രത്യക്ഷപ്പെടാം. ചൈനയാണ് രാജ്യം, ലോകത്തെല്ലാവരും കൂടി ഇരുന്ന് ഷീ ജിൻപിങ്ങിനെ കാണുന്നില്ലല്ലോ, ഔട്ട് ഓഫ് ഫോക്കസിലും പറയുന്നു ഷീ ജിൻപിങ്ങിനെ കാണുന്നില്ലോ. എന്നാൽ പ്രത്യക്ഷപ്പെട്ടുകളെ എന്ന് വിചാരിക്കുന്ന രാജ്യമൊന്നുമല്ല. അവർക്ക് അവരുടെ പ്ലാനും പദ്ധതി അനുസരിച്ചാണ് അത് മുന്നോട്ട് പോവുക. ലോകത്തിൻ്റെ വികാരങ്ങളെയും ലോകത്തിൻ്റെ ബഹളങ്ങളെയും ഒന്നും ഗൗനിക്കാതെയാണ് രാജ്യം പോവുക. അപ്പോൾ തായ്വാൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താണ് ഇവിടുത്തെ പലതരത്തിലുള്ള പ്രൊട്ടസ്റ്റുകളെ, ഇപ്പോൾ ബീജിംഗ് ഒളിമ്പിക്സിൻ്റെ കാലത്ത് ആ രാജ്യത്തിനെതിരെ എന്തെല്ലാം പ്രൊട്ടസ്റ്റ് ലോകവ്യാപകം ഉണ്ടായി എന്നുള്ളതാണ്. ടിബറ്റുമായി ബന്ധപ്പെട്ടൊക്കെ മൈൻഡ് ചെയ്തില്ലല്ലോ. വേണമെങ്കിൽ വരിക, കളിക്കുക, പോവുക, അല്ലാതെ രാഷ്ട്രീയമൊന്നും പറയേണ്ടതില്ല എന്ന് നിലപാട് സ്വീകരിച്ച രാജ്യമാണ്. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് അറിയാൻ അവർ തന്നെയും ഒരു വ്യക്തത വരുത്തണമെന്ന് എനിക്ക് തോന്നുന്നു. ആ വ്യക്തത വന്നേക്കുമായിരിക്കും. കാരണം ഇപ്പം നേരത്തെ പറഞ്ഞാൽ 27 പാർട്ടി കോൺഗ്രസ് ആകുമ്പോഴേക്കും അദ്ദേഹം ഒഴിയുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഏറ്റവും അവസാനം ചേർന്ന യോഗങ്ങളിൽ അധികാരത്തിൻ്റെ വീതം വയ്ക്കൽ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞൊക്കെയുള്ള റിപ്പോർട്ട്സ് ഉണ്ട്. ചൈനയെക്കുറിച്ചുള്ള റിപ്പോർട്ട്സിൻ്റെയും ആധികാരികത നോക്കേണ്ടതാണ്. പക്ഷേ സംതിങ് എന്തോ നടക്കുന്നു എന്നൊരു ഫീൽ ചൈനയ്ക്കകത്തുന്നുണ്ടെന്ന് മാത്രം പറയാനാണ് ഇപ്പോൾ തോന്നുന്നത്. അത് ഷീ ജിൻപിങ് മാറുകയാണെങ്കിൽ അത് ഭയങ്കര അത്ഭുതകരമായ വാർത്തയായിരിക്കും. കാരണം അദ്ദേഹം മാറാനല്ല ഈ പണി മുഴുവൻ എടുത്തത്. മാറുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ മാറ്റത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്തായിരിക്കും, ചൈനീസ് രാഷ്ട്രീയത്തിനകത്ത് നടക്കുന്നുള്ളത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സംഭവമായിരിക്കും എനിക്ക് തോന്നുന്നത്.